അർമേനിയയിലെ മീറ്റ് ഫാക്ടറിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ 6 മണിയായി. നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്ന റൂമിലേക്കല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് റൂമിലേക്കുള്ള. അങ്ങനെ അത് വാങ്ങാനായിട്ട് പോവുകയാണ്. നമ്മുടെ കമ്പനിയുടെ എൻട്രൻസ് എത്തിയപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇതാ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചേക്കുക. കുറച്ച് സമ്മാനപ്പൊതികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റോഡെത്തി. ഈ അണ്ടർ പാസ് ഇറങ്ങി വേണം റോഡിൻ്റെ എതിർവശത്തേക്ക് പോകാനായി. ഇവിടെ വലിയൊരു ജംഗ്ഷൻ ആയതുകൊണ്ട് സീബ്ര ലൈൻ ഇല്ല, അണ്ടർ പാസ് ആണുള്ളത്. ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് അണ്ടർ പാസ് ആണത്. അങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചുവരിലൊക്കെ ചെറിയ ചുവരെടുത്തൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നടന്ന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ബസ്സിൽ പോകണമെങ്കിൽ ഏകദേശം 100 ഡ്രംസ് നമുക്ക് ബസ്സിൽ കൊടുക്കണം. അത് 100 ഡ്രംസിൻ്റെ ഒരു കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതേപോലുള്ള മെഷീനുകൾ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി, ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക. നമുക്ക് അർമേനിയയിൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. ഇതാണ് ഫ്രൂട്ട്സ്. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. വളരെ വിലക്കുറവാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ സഞ്ചരിക്കണം. എന്ത് ഭംഗിയാണെന്ന് നോക്കി അർമേനിയ കാണാനായിട്ട്. ലോകത്തിൽ നിലനിൽക്കുന്ന 6 പുരാതന രാജ്യങ്ങളിലൊന്നാണ് അർമേനിയ. BC 520 ഡാരിയസ് ബെഗിസ്റ്റൻ എന്ന രാജാവ് ലോകത്തിൽ ആദ്യമായി അർമേനിയയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ക്രിസ്തുമതം സംസ്ഥാന മതമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ആദ്യത്തെ രാജ്യമാണ് അർമേനിയ. അർമേനിയയുടെ 97% ഇപ്പോൾ ക്രിസ്ത്യൻസ് തന്നെയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി പണിഞ്ഞത് അർമേനിയയിലാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ലോകത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് പള്ളിയാണ് ഹോളി എച്ച്ബിയാഡ്സിൻ. അർമേനിയയിലെ എല്ലാ പള്ളികളുടെ ആസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ സ്ഥലം മാറിയിട്ടുണ്ട്. ഇവിടെ രാത്രിയൊക്കെ നല്ല തിരക്കാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ രാത്രി കാണാനായിട്ട് കൂടുതൽ ആൾക്കാരും പകൽ സമയങ്ങളാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ പകൽ മാത്രമേ കാണുന്നുള്ളൂ. രാത്രി അധികം ആൾക്കാരും അങ്ങനെ ഇറങ്ങി സഞ്ചരിക്കാത്തതാണ്. പക്ഷേ നോക്കി, രാത്രിയാണ് ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ -ഡിഗ്രിയാണ്. നല്ല തണുപ്പുണ്ട്. -4 ഡിഗ്രിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ല തണുപ്പാണ്. പക്ഷേ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പൊരു പ്രശ്നമായിട്ട് തോന്നത്തേ ഇല്ല. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ശൈലി കണ്ടോ? ആ ഒരു പഴമയും ആ ഭംഗിയും ഇവർ അതേപോലെ നിലനിർത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് എടുത്തറിയാൻ വേണ്ടി ആ ലൈറ്റ് വർക്കുകളൊക്കെ കണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കി. ഓരോ ബസ്സിനും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ നോക്കി വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. ഓരോ നമ്പറിലെ ബസ്സുകളും പല സ്ഥലത്തേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. നമുക്ക് പോകാനുള്ള 41-ാം നമ്പർ ബസ്സാണ്. അങ്ങനെ അത് വരുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ 41-ാം നമ്പർ ബസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അതാണ് കയറുന്നത് വീഡിയോ എടുക്കാനായിട്ട് കഴിയാഞ്ഞത്. ഇപ്പോൾ തന്നെ ബസ്സിൻ്റെ ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് ആളുകളാണ് ബസ്സിൽ. ഈ ബസ്സിൻ്റെ മുമ്പിലുള്ള ഈ ബോക്സ് കണ്ടോ? ഇതിൽ നമ്മൾ 100 ഡ്രംസിൻ്റെ കോയിൻ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അകത്തേക്ക് കയറാനാകുക. കയറി കഴിഞ്ഞ ശേഷം കോയിൻ ഇടുക, അകത്തോട്ട് കയറുക, അത്രയേ ഉള്ളൂ. 100 ഡ്രംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബസ്സിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. 100 ഡ്രംസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ മതി, നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഫേമസ് മാർക്കറ്റാണ്. ബംഗ്ലാദേശ് മലാട്ടിയ മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അർമേനിയയുടെ ആ ഒരു മുഖമേ ആയിരിക്കില്ല. മൊത്തത്തിലൊരു ചേഞ്ച് ആയിരിക്കും ഇനി കാണുന്നത്. അതാ നോക്കിയേ, നമ്മുടെ നാടിനെ ഓർമ്മ വരുന്ന രീതിക്കാണ്. നാട് പോലെ തന്നെയാണ് ഇവിടെ ഇനി അങ്ങോട്ട് കാണാനുള്ളത്.
ഇതേ വലിച്ചു വാരിയിട്ട വേസ്റ്റുകൾ, ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് വഴിയിൽ. ഒട്ടുമിക്ക ആൾക്കാരും 8 മണിയാകുമ്പോൾ തന്നെ തണുപ്പ് അധികമായതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് വാങ്ങേണ്ടത് എന്തായാലും അരി വാങ്ങണം. അരിയും കുറച്ച് സവാള, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വാങ്ങാനുള്ളത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ള ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് ഹാപ്പിയായി, വന്നതിന് ഫലമുണ്ടായി. ഇത് കണ്ടോ, എന്ത് സാധനം ഇവിടെ വാങ്ങാൻ കിട്ടും. എല്ലാ പൊടി ഐറ്റംസും, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഈ ബംഗ്ലാദേശ് മാർക്കറ്റിലാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ അർമേനിയിൽ എവിടെ ചെന്നാലും നമുക്കിതൊന്നും വാങ്ങാൻ കഴിയില്ല. ഇവിടെ തന്നെ വരണം. മലാട്ടിയ മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ബംഗ്ലാദേശ് മാർക്കറ്റിന്. അങ്ങനെ നമ്മൾ ഒരു ചാക്ക് അരി എടുത്തു. നമുക്ക് ഈ ഒരു ചാക്ക് അരി 5 പേരുണ്ട്. നമ്മൾ 5 പേർക്ക് ഏകദേശം ഒരു 25 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചാക്ക് അരിക്ക് 12,000 ഡ്രംസാണ് നമുക്ക് ആയിട്ടുള്ളത്. 25 കിലോയുടെ അരിയാണ്. നാട്ടിൽ ഏകദേശം ഒരു 2,200 രൂപയോളം ആയിട്ടുണ്ട്. അങ്ങനെ അരിയൊക്കെ വാങ്ങി. ഇനി കുറച്ച് സവാള വാങ്ങണം. ഇത് കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെ കണ്ടോ, ഒരുപാട് വിലക്കുറവാണ്. ഫ്രൂട്ട്സ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഭാഗ്യത്തിന് ഇതാ ഇവിടെ കുറച്ച് സവാള ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ആൾ പോയിട്ടുണ്ടായിരുന്നു. അത് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടുത്തെ ഓരോ മുളകിൻ്റെ വലിപ്പം നോക്കി. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല വലിപ്പമുള്ള മുളകുകളാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ എരി അധികം കാണത്തേയില്ല. മധുരമുള്ള മുളക് വരെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ആളുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 5 കിലോയോളം സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പച്ചക്കറികളെല്ലാം അവരവരുടെ തോട്ടത്തിൽ തന്നെ അവർ കൃഷി ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഒരുപാട് വിലക്കുറവാണ്. ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, സവാള ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരുപാട് വിലക്കുറവാണ്. ഇതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വൈനറി കൂടിയാണ് അർമേനിയ. വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അർമേനിയ 1ാം സ്ഥാനത്താണ്. 2011 ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു വൈനറി അരേനി എന്ന ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് 6100 വർഷം പഴക്കമുള്ളതായിരുന്നു. പിന്നെ അർമേനിയയെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനവാസമുള്ളൊരു നഗരമാണ് അർമേനിയയുടെ തലസ്ഥാനമായ യെരവാൻ. റോമിനേക്കാൾ പഴക്കമുണ്ട് ഈ യെരവാൻ നഗരത്തിന്. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കിച്ചണിലേക്ക് വീണുന്ന കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ട്. മറ്റൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെറിയൊരു കീസിൽ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് 1 മാസത്തേക്കുള്ള സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും കൊണ്ട് നേരെ നമ്മൾ റോഡിൻ്റെ മറുവശത്തേക്ക് പോവുകയാണ്. അങ്ങനെ സീബ്ര ലൈനെ ക്രോസ് ചെയ്ത് നേരെ നമ്മൾ അടുത്ത മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 8:30 മണിയോളമായി. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഷവർമ്മ കഴിക്കുക എന്നുള്ളതാണ്. ഇത് കോഴിയല്ല, പന്നിയാണ്. ഷവർമ്മ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് 600 ഡ്രംസിനും വാങ്ങാം, അത് ചെറുതാണ്. 1200 ഡ്രംസ് ഉണ്ട്, അത് വലുതാണ്. 600 ഡ്രംസിൻ്റെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നാട്ടിൽ ഏകദേശം ഒരു 130 രൂപയോളം ഇതിനാവുന്നുണ്ട്. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് ഒരുവിധം വയറ് നിറഞ്ഞു. ഇനി അടുത്ത ടാക്സി ബുക്ക് ചെയ്ത് നമ്മുടെ റൂമിലേക്ക് പോകുക എന്നുള്ളതാണ്. ടാക്സി ഏതായാലും വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൂമിലേക്ക് പോകാനായിട്ടൊരു 15 മിനിറ്റോളം ഉണ്ട്.
അങ്ങനെ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് 900 ഡ്രംസാണ് ആയിട്ടുള്ളത്. നമ്മൾ 1000 ഡ്രംസ് അങ്ങോട്ട് കൊടുത്തു, 100 ഡ്രംസ് തരാനായിട്ട് ചേഞ്ച് ഇല്ല ആളുടെ കയ്യിൽ. അതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.